കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഗ്രഹപ്പിഴ ദോഷത്തിന് കാരണമാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? പലർക്കും പല കാരണങ്ങൾ ഗ്രഹപ്പിഴയ്ക്ക് ഉണ്ടാവാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യം വരാറുണ്ട്. ഒരുപാട് അനുഭവിച്ച ആളുകളുണ്ട്, ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പലവിധ ക്ലേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഗ്രഹപ്പിഴ കാരണങ്ങൾ ഗുരുജന ശാപമാവാം, ഗുരുക്കളുടെ ശാപമാവാം, ബ്രാഹ്മണ ശാപമാവാം, പിതൃകോപമാവാം, പിതൃശാപമാവാം, സർപ്പശാപമാവാം, സർപ്പകോപമാവാം, ദൈവകോപമാവാം, പരദേവതാ പ്രീതിയില്ല. ദൈവകോപത്തിൽ വരുന്നതാണ് പരദേവതാ പ്രീതി ഇല്ലാതിരിക്കുക, കുലധർമ്മങ്ങള് പ്രീതിപ്പെടാതിരിക്കുക, ധർമ്മദേവതാ കോപം ഉണ്ടാവുക, പ്രേതബാധ ഉണ്ടാവുക, മരിച്ചുപോയ ഏതെങ്കിലും ആത്മാക്കൾ നമ്മളെ ദുരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വിഷാഭിചാര ഹിംസാദികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ശത്രുക്കളാരെങ്കിലും നമ്മളെ അഭിചാര ദോഷങ്ങൾ കൊണ്ടോ മറ്റ് ശത്രുദോഷങ്ങൾ കൊണ്ടോ അഭിചാര ദോഷങ്ങൾ കൊണ്ടോ നമ്മളെ ബുദ്ധിമുട്ടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പലവിധ ദോഷങ്ങളും നമുക്ക് ഗ്രഹപ്പിഴകൾക്ക് കാരണമാവാം. നമുക്ക് പല ഉന്നതിക്കും തടസ്സമായിട്ട് ഈ കാരണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആവാം. ഇതിൽ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സമർത്ഥനായ ഒരു ദൈവജ്ഞന് സാധിക്കും. ഒരു ദൈവജ്ഞനടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് വെച്ച് പ്രശ്നം വെച്ച് നോക്കിയാൽ നമ്മൾ ഇതിലേതൊക്കെയാണ് നമ്മുടെ ഗ്രഹപ്പിഴയ്ക്ക് കാരണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ബലവാനായ ഗ്രഹം, ശുഭനായ ഗ്രഹം, പാപിയായ ഗ്രഹം, ഇതൊക്കെ ഏതെന്ന് കണ്ടുപിടിച്ച് അതിനും നമ്മൾ പരിഹാരങ്ങൾ ഒരു ദൈവജ്ഞന് നിർദ്ദേശിക്കാൻ സാധിക്കും. കാരണം പാപഗ്രഹങ്ങളെ നമ്മൾ പറഞ്ഞു, വ്യാഴം, ശനി, ബുധൻ, ഇതൊക്കെ പാപഗ്രഹത്തിലാകാം. ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് ശുദ്ധമായ ഗ്രഹങ്ങൾ, നല്ല ഗ്രഹങ്ങളാവാം. നല്ല ഗ്രഹത്തിന് ഫലം ചെയ്യാം. ഈ പാപഗ്രഹങ്ങളുടെയൊക്കെ ദോഷം ഇല്ലാതാക്കുന്നതിനുള്ള ഉപായങ്ങള് മന്ത്രജപ ഹോമാദികളാണ്. ഇതിന്റെ രൂപത്തില്, ഈ മന്ത്രത്തിന്റെയും ജപത്തിന്റെയും ഹോമത്തിന്റെയൊക്കെ രൂപത്തില് ഇതിന് നമ്മൾ ഈ ഗ്രഹദോഷങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്യണം. ഇങ്ങനെ പരിഹാരം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങള് എങ്ങനെയാണ് ഉണ്ടായത്, എവിടെ നിന്നാണ് എന്ന് നമ്മൾ നോക്കിയതിന് ശേഷമാണ് അതിന് പരിഹാരം നമ്മൾ നിർദ്ദേശിക്കുന്നത്. ഇത് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനപ്പെടുമെന്ന് ഉറപ്പാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന് പരിഹാരം നിർദ്ദേശിക്കാം. നമുക്ക് ഇത് പരിഹാരം ചെയ്താൽ മാറുമോ എന്നും പരിഹാരം നിർദ്ദേശിച്ചാൽ ഇത് പൂർണ്ണമായിട്ട് ഫലപ്രാപ്തിയിൽ എത്തുമോ എന്നുകൂടി നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. ഇവിടെ യുക്തിചിന്തകൾക്കല്ല സ്ഥാനം, മറിച്ച് ഫലസിദ്ധിക്കാണ് നമുക്ക് സ്ഥാനം കൊടുക്കേണ്ടത്. ശാന്തി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശരീരശുദ്ധി വേണം, വാക്ശുദ്ധി വേണം, പൂർണ്ണ വിശ്വാസം വേണം, ചെയ്യുന്ന ആളിൽ പൂർണ്ണ വിശ്വാസം വേണം, ഭക്തി ശ്രദ്ധ വേണം, സമർപ്പണഭാവം, അർപ്പണം വേണം. നമ്മളെ തന്നെ സമർപ്പിച്ചിട്ട് വേണം ഇതിന് പരിഹാരങ്ങളും ജപഹോമാദികളൊക്കെ ചെയ്യാൻ എന്നിവയൊക്കെ ഉണ്ടായിരിക്കണം. മന്ത്രമാണെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് യഥാവിധി നമ്മൾ ദീക്ഷയായിട്ട് ഉപദേശ രൂപേണ സ്വീകരിച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മന്ത്രം നമ്മൾ അനുവർത്തിക്കാൻ, ഉപദേശം തേടണം. വെറുതെ ഒരു ബുക്കിൽ നോക്കി മന്ത്രം ജപിച്ചാൽ, സിദ്ധ മന്ത്രങ്ങളൊന്നും കുഴപ്പമില്ല, അല്ലാതെ ഒരു ബുക്കിൽ നോക്കിയൊരു മന്ത്രം ജപിച്ചാൽ ചിലപ്പോൾ അത് പരിഹാരമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ മന്ത്രമെല്ലാം നമ്മൾ ദക്ഷിണ വെച്ച് ഉപദേശ രൂപേണ സ്വീകരിക്കുന്നതാണ് നല്ലത്. ചിലവർ പറയും ഫോണിൽ കൂടെ മന്ത്രം ഒന്ന് പറഞ്ഞു തന്നെ എന്ന് പറയും. അപ്പൊ അതൊന്നും അല്ലാതെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകണമെങ്കിൽ ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളതും നിർദ്ദേശിച്ചിട്ടുള്ളതും നിശ്ചയിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ പൂർണ്ണ ഫലശ്രുദ്ധിയും ഫലപ്രാപ്തിയും കിട്ടുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന ശാപദോഷങ്ങൾക്കോ നമ്മുടെ കഷ്ടതാനുഭവങ്ങൾക്കോ ദുരാനുഭവങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്താൻ സാധിക്കും.